ഫുട്ബോളിന്റെ മാന്ത്രികന്റെ പുതിയൊരു പതിപ്പ് കൂടി ഇവിടെ പതിയുകയാണ്. 1984 ജൂൺ 24 അച്ഛൻ ജോർജ് മെസ്സിക്കും അമ്മ സെലിയ മറിയക്കും ഒരു ആൺകുഞ്ഞ് പിറന്നു. അവർ ഓമനിച്ചൊരു പേരുമിട്ടു ലിയോണൽ മെസ്സി. പോളിയോ തളർത്തിയ കുഞ്ഞുകാലിന് ഒരു തുകൽപന്തിനോട് പ്രണയം തോന്നി തുടങ്ങിയെടുത്ത് ഉയർത്തെഴുന്നേൽപ്പ്. പിന്നീടുള്ള 2 പതിറ്റാണ്ട് അർജന്റീനക്കാരെയും ബാർസ ആരാധകരെയും സ്വപ്നം കാണാൻ പഠിപ്പിച്ച വ്യക്തി. ഇപ്പോൾ ഇതാ ഇന്റർ മയാമിയെയും. എന്നാൽ ബാഴ്സലോണയ്ക്ക് വേണ്ടി അനവധി കിരീടങ്ങൾ നേടുമ്പോഴും രാജ്യത്തിനു വേണ്ടി ഒന്നും നേടാത്തവനെന്ന് പലരും അടക്കം പറഞ്ഞു. 2005 യൂത്ത് കപ്പും 2008 ഒളിമ്പിക്സ് മെഡലും അർജന്റീനയിൽ എത്തിച്ചെങ്കിലും പൂർണ്ണനാവാൻ പോരായ്മകൾ വീണ്ടും പറഞ്ഞുകൊണ്ടേയിരുന്നു. 2015 ക്ലബിന് വേണ്ടിയുള്ള 4ാം ചാമ്പ്യൻസ് ലീഗ് ട്രോഫിയും 5ാം ബാലൻഡിയോറും ലയണൽ മെസ്സി നേടി. എന്നാൽ സീനിയർ കരിയറിലെ ഇന്റർനാഷണൽ ട്രോഫിയുടെ കുറവ് നികത്താൻ മെസ്സിക്ക് സാധിച്ചില്ല. എന്നാൽ ആ വർഷം കോപ്പ അമേരിക്കയിൽ മുത്തമിടാൻ അയാൾ പോരാടിയെങ്കിലും അവസാന വിസിൽ മുഴങ്ങുമ്പോൾ തോൽക്കാനായിരുന്നു വിധി. 2014 ലോകകപ്പിന്റെ മോഹിപ്പിക്കുന്ന മൈതാനത്തും മികച്ച താരമായി മാത്രം മടങ്ങേണ്ടി വന്നു ലിയോക്ക്. 16 വീണ്ടും കോപ്പ, വീണ്ടും പ്രതീക്ഷ, വീണ്ടും മുന്നിൽ ചിരി. പകവീട്ടാൻ പോയ അർജന്റീനയ്ക്ക് ആദ്യം തന്നെ നായകനിൽ തന്നെ പിഴച്ചു. വീണ്ടും ഷൂട്ടൌട്ട് ദുരന്തം. സങ്കടം സഹിക്കാൻ കഴിയാത്ത ലിയോ മെസ്സി വിരമിക്കൽ പ്രഖ്യാപനം നടത്തി. അതിനു പിന്നാലെ സഹതാരങ്ങളും. പിന്നീട് സംഭവിച്ചതെല്ലാം അത്ഭുതങ്ങളാണ്. അയാളുടെ തിരിച്ചുവരവ് ലോകം ഒന്നടങ്കം ആഗ്രഹിച്ചതും ആ വിളിക്കുത്തരം നൽകി അയാൾ തിരിച്ചു വന്നതും ആ മടങ്ങിവരവിൽ അർജന്റീനയെ 2018 ലോകകപ്പിലേക്ക് നയിച്ചതും എല്ലാം. എന്നാൽ ലോകകപ്പിൽ പ്രീ ക്വാർട്ടറിൽ ഫ്രാൻസിനോട് തോറ്റു മടങ്ങേണ്ടി വന്നു. 19 കോപ്പയിലെത്തുമ്പോൾ പുതിയൊരു സ്കലോണിപ്പടയുടെ തുടക്കം ഇവിടെ നിന്നാണ്. സീസൺ മോശമായി തുടങ്ങിയ അർജന്റീനയ്ക്ക് അന്നാ സെമിയിൽ ബ്രസീലിനോട് തോറ്റുമടങ്ങുമ്പോൾ പ്രതീക്ഷയുടെ സൂചനയും തന്നാണ് മടങ്ങുന്നത്. ആ പ്രതീക്ഷ പിന്നീടങ്ങോട്ട് തോൽവിയറിയാത്ത കിരീടത്തിലേക്കും നയിച്ചു. 2021 കോപ്പയിൽ ബ്രസീലിനെ തോൽപ്പിച്ചാണ് ആ വരവ്. അവിടെ നിന്ന് എല്ലാം നേടി പൂർണ്ണനായി അയാൾ യൂറോ ചാമ്പ്യന്മാരെ നേരിടാനൊരുങ്ങി. അന്നും അയാൾ തന്നെയായിരുന്നു ബെസ്റ്റ്. പിന്നീട് ലോകകപ്പും കീഴടക്കി. അവിടെയും അയാൾ തന്നെ നായകൻ, അയാൾ തന്നെ മികച്ചവൻ. ഇന്നയാൾ നേടാനൊന്നും ബാക്കിയില്ല. പുതിയൊരു കോപ്പയ്ക്ക് അയാൾ അമേരിക്കയിൽ ശാന്തമായി കളിക്കുന്നു. ഫുട്ബോളിന്റെ സൗന്ദര്യം കാത്തു സൂക്ഷിച്ചവന് 37ലേക്ക് കടക്കുന്നു. സന്തോഷത്തിന്റെ ജന്മദിനം നേർന്നുകൊണ്ട് സോക്കർ ടോക്ക് ഇവിടെ അവസാനിപ്പിക്കുന്നു.